കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ. സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ ഹൃദയം പുണരാൻ കൊതിയോടെ നിൽപ്പൂ. സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ജീവിതം പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാ
ആർദ്രമാം സ്നേഹത്തൂവൽ നീ, ആർദ്രമാം സ്നേഹത്തൂവൽ നീ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഒരു സ്പീഡ് ടൈം ഷോർട്ടണിങ് എന്ന് ഞാൻ പറയത്തില്ലേ. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യുന്ന സ്പീഡാണ് വിഷയം. നമ്മളാണ് ഈ ടൈം ഷോർട്ട് ചെയ്യിക്കുന്നത്, അല്ല ദൈവമല്ല. ദൈവം ടൈം ഷോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ അത് നടപ്പിൽ വരുത്തണം. ചില ആൾക്കാർ പത്രവും വെച്ചിട്ട് അങ്ങനെ കണ്ടും കേട്ടും ഇതിപ്പോൾ മഴയാണല്ല, മഴ തീരട്ടെ, മഴ കഴിയുമ്പോൾ അവർക്ക് നാളെ പോകണമെന്നുണ്ട്, ഏലം നാളെ അനിയത്തിൻ്റെ വീട്ടിൽ പോകണ്ടല്ലോ, ആ വഴിക്ക് പള്ളിയിലും പോകാം, ഒക്കെ ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നിരുന്നിരുന്ന് 30 ദിവസം കൊണ്ടേ ആ പത്രം കൊടുത്ത് തീർക്കത്തുള്ളൂ. കാര്യം നമ്മൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ചെല്ലുമ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കും. എല്ലാ വീടുകളിലും വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ അവരൊക്കെ അതിനെക്കുറിച്ച് അവരുടെ കൃപയുടെ നിലവാരം കുറച്ച് കൂടുതലാണ്. മറ്റുള്ളവർക്ക് ഒരു ഇരുട്ട് തപ്പി കളിക്കും. ഇപ്പം കൊടുക്കണ, പള്ളി കൊടുക്കണ, വീട്ടിൽ കൊടുക്കണ, അത് നാട്ടിൽ കൊടുക്കണ, അത് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലത്ത് കൊടുക്കണ, അറിഞ്ഞ സ്ഥലത്ത് കൊടുത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, ഇങ്ങനെ കുറേ ഉടായ്പൊക്കെ പറഞ്ഞങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കും. ഇതാണ് നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം. അത് നിങ്ങൾ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അവരെന്തുകൊണ്ട് ഇത്തിരി പെട്ടെന്ന് അവർക്കുറിച്ച് ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ചിലരോട് പറയും, ഉടമ്പടി കൃത്യമായിട്ട് പോകുന്ന ആൾക്കോട് പറയുവേ, ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി മൈൻഡ് ചെയ്യുമെന്ന് പറയും. ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി അതെനിക്ക് കളി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഈ ദൈവം ചില സമയത്ത് വെച്ചൊരു ടെസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇതിൻ്റെ അകത്ത് ഒരു മൊഡ്യൂൾ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ഇതിൻ്റെ അകത്ത് ഇതൊരു വിഷയം പോലും ആക്കരുത്, നീ മുന്നോട്ട് പോകാൻ പറയും. കാരണം ഈ വിഷയം പോലും ആക്കരുത്, നമ്മൾ വിഷയമാക്കിയ പണിയാണ്. കാര്യം ഇവരുടെ സമയമാകുമ്പോൾ കർത്താവ് അത് സെറ്റ് ചെയ്തിരിക്കും. അതിന് നമ്മളുടെ കഴിവൊന്നും വേണ്ട. ഇവിടെ ആൾക്കാരൊക്കെ ഇത് സെറ്റ് ചെയ്യണത് അവരുടെ കഴിവ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്, അല്ല മെറിറ്റ് വെച്ചിട്ടല്ല. ഇപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ തന്നെ ഉടമ്പടിയായി. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇപ്പം ലൂക്ക 1:28 അത് ഉടമ്പടിയാണ്. ദൈവം അമ്മയോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. എന്താണ്? കർത്താവ് നിന്നോട് കൂടെ. കൂടെ എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ ഒരു സംഭവം പ്രസൻസാണ്. ആദ്യം അനൗൺസ് ചെയ്യുന്ന പ്രസൻസാണ്. ഉടമ്പടിയിൽ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതിന് കുറേ അധികം ആദ്യം ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ റോഡ് ഒരു കറണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വരികയാണെങ്കിൽ ആദ്യം എന്താ വരണത്? വഴി അല്ലെങ്കിൽ റോഡ് വരും അല്ലേ? എന്നിട്ടാണ് പിന്നെ വെള്ളമൊക്കെ ആ റോഡിൻ്റെ സൈഡിൽ കൂടി വെള്ളവും ഫോണൊക്കെ വരും, കേബിളൊക്കെ വരും. ആദ്യം വന്നത് എന്താ? റോഡാണ് വരണത്. വികസനത്തിൻ്റെ ആദ്യമായിട്ട് വരണത് എന്താണ്? റോഡ്. പിന്നെ അതിൻ്റെ കൂടെ എവിടെയെങ്കിലും തോടൊക്കെ ഉണ്ടെങ്കിൽ പാലം. ഇത്തരം സാധനം വന്നിട്ടാണ് പിന്നീട് കറണ്ടൊക്കെ വരണത് അല്ലെങ്കിൽ കേബിൾ വരണത്. അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം വരണത് എന്താ? പ്രസൻസാണ്. അതെപ്പോഴും അറിഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. ഉടമ്പടിയുടെ പാക്കേജിലും പ്രോമിസിലും ഉള്ളതാണ് പ്രസൻസ്. എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഇതാണ് ഈ ആൾക്കാർക്ക് ധൈര്യമൊക്കെ വരുന്നത് പെട്ടെന്ന്.
പെട്ടെന്ന് ധൈര്യമൊക്കെ വരത്തില്ലേ ചില ആൾക്കാർക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആ ചേട്ടത്തി എന്താ ചെയ്തിരിക്കണത്, ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഉടനെ മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്. എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി വിളിച്ചേ, മുഖ്യമന്ത്രി എടുക്കണില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? മുഖ്യമന്ത്രി എടുക്കണില്ല, വകുപ്പ് മന്ത്രിക്ക് വിളിച്ചേ, വകുപ്പ് മന്ത്രി എടുത്ത്. എന്താണ് ആരാണ്? സാറേ 27 കൊല്ലമായി ഞങ്ങൾ ഇവിടെ നിരയിക്കുന്നത്, ഇത് വല്ല സമാധാനം ഉണ്ടാക്കുമോ? അതോ ഞങ്ങൾ കോടതിയിൽ പോണാ? ആൾ മാറി, വിഷയം മാറി. ഇത്രയും നാൾ ഈ ധൈര്യം എവിടെ പോയി? അവരുടെ സ്ഥലം എടുത്ത് ഗവൺമെൻറ് 17 കൊല്ലം 27 കൊല്ലമായി 27 വീട്ടുകാർ വഴിയാധാരമായി ആ സ്ഥലം ഗവൺമെൻറ് എടുക്കണമില്ല. അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറ്റണമില്ല. കുറേ ആൾക്കാർ പെട്ട വിലക്ക് അത് വിറ്റിട്ട് താഴെ പോയി വേറെ സെൻറ്റൊക്കെ വാങ്ങിച്ച് താമസിക്കുകയാണ്. ഇവർ 6 വീടുകാരായി. ബാക്കി 27 വീട്ടിൽ 6 വീടേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ മലമുകളിൽ. അപ്പോൾ മറ്റവരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ കാടൊക്കെ പിടിച്ച് പിന്നെയും കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ജീവിക്കാൻ പറ്റണില്ല. ആ ഗവൺമെൻറ് എടുക്കത്തില്ല. ആ പ്രോജക്റ്റ് ഗവൺമെൻറ് വീടായി. അപ്പോൾ ഇവരെന്താ ചെയ്തത്? അവർ വന്ന് ഉടമ്പടി ചെയ്തു, അമ്മേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, എന്തെങ്കിലും ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവർ നേരെ വീട്ടിൽ ഉടമ്പടി ചെയ്ത് വീട്ടിൽ പെട്ടെന്ന് വിളിക്കണത് മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ്. അത്രയും നാളെ മുഖ്യമന്ത്രിയോടെ വിളിക്കണമെന്നുള്ള ചിന്ത അവിടെ നിന്ന് പോയി. അപ്പോൾ മുഖ്യമന്ത്രി എടുത്തില്ല. ഉടനെ പറഞ്ഞ് വകുപ്പ് മന്ത്രി വിളിച്ചേ, സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. അവർ പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരാൻ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇപ്പോൾ കോവിഡാണ്, എങ്ങനെ വരുമെന്ന് ചോദിക്കും. ഇപ്പോൾ കോവിഡാണ്, ഞങ്ങൾക്ക് വരാൻ സാറേ കാണാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും വിടാൻ പറഞ്ഞു. ആരെയും വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയർമാനെ വിളിച്ച് സെറ്റായപ്പോൾ പറഞ്ഞ് ഗവൺമെൻറ് പ്രോജക്റ്റ് ഒഴിവാക്കിയതാണെന്ന് പറയും. അപ്പോൾ ഉടനെ പറയാം, അവർ പറഞ്ഞ കേട്ടില്ലേ, അവർ കേസിന് പോകുന്നതാണ് പറയണത്. അങ്ങനെ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജനപ്രതിനിധി രീതിയിൽ അവിടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ഇപ്പോൾ ഉണ്ടാക്കണത് 3 ദിവസത്തിനുള്ളിൽ ആ സ്ഥലം വിറ്റ് മാറ്റണതാണ്. ഗവൺമെൻറ് എടുക്കുകയാണ്. 3 ലക്ഷം രൂപക്കാണ് ഗവൺമെൻറ് എഗ്രി ചെയ്തിട്ട് എടുക്കാതിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴ് ഏക്കറിന് 37 ലക്ഷം രൂപ വെച്ചാണ് ഗവൺമെൻറ്. അത് വെറും ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കാര്യം നടന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇതിനകത്ത് വരുന്ന ഈ സാക്ഷ്യത്തിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? 1, മേജർ സബ്ജക്റ്റ്. ഉടമ്പടി കൈകാര്യം ചെയ്യുന്ന ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്, ചെറിയ വിഷയങ്ങളല്ല. ഇപ്പോൾ ഉടമ്പടിയുടെ പരിധി വരുന്നത് ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്. രണ്ടാമത്തത് വിതിൻ നോ ടൈം ഷോർട്ടണിങ്, ഒരാഴ്ചക്കുള്ളിലാണ് നടക്കുന്നത്. 17 കൊല്ലം നടക്കാത്ത കാര്യമാണ് ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്നത്. ഇത് മൂന്നാമത്തത് പ്രസൻസ്. എന്താണ്? ഇവരുടെ ധൈര്യം. അതാണ് ഇതിൻ്റെ ആദ്യം വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വരേണ്ടത് ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ചെക്ക് ചെയ്യണം. ആദ്യം പറഞ്ഞത് എന്താ? ധൈര്യമാണ്. ധൈര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് 16 പേപ്പർ കിട്ടിയിട്ടില്ല ബിടെക്കിൻ്റെ. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ പറയും, മാതാവ് പറയും, ഇത് തന്നെ നീ പഠിക്കും, ഇതിലും തന്നെ ഞാൻ ജോലി തരണത് നിൻ്റെ വിഷയമല്ല, പഠിക്കാനുള്ളത് നിൻ്റെ വിഷയമാണ്, നീ മുന്നോട്ട് പോകാൻ പറയും. അത് പെട്ടെന്നാണ് സംഭവം. അപ്പോഴുടനെ ആൾക്കാരുടെ ഐഡിയ മാറി, ചിന്ത മാറി, ധാരണ മാറി, എല്ലാം മാറി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ മമ്മി ഞാൻ പഠിച്ചോളാം മമ്മി, പ്രശ്നമൊന്നുമില്ല, അത് എഴുതിയെടുക്കാൻ പറ്റും. ഇത്രയും നാൾ പറഞ്ഞത് എഴുതിയെടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് വേറെ കോഴ്സിന് പോകണം, UK പോകണം, അമേരിക്ക പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇത് ബിടെക്ക് കൊലച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് നിവൃത്തിയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ, എൻ്റെ സീനിയേഴ്സ് ഇപ്പോൾ ഇനി പഠിക്കാൻ ചെല്ലുമ്പോൾ എല്ലാം ജൂനിയേഴ്സാണ് ഇരിക്കുന്നത്, ഞാൻ സീനിയറല്ലേ, എൻ്റെ സീനിയേഴ്സ് എല്ലാം അമേരിക്കയിലും കാനഡയിലും പോയല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോങ്ങി നിലയും പിടിച്ച് നടന്ന പാർട്ടി ഇപ്പോൾ പറഞ്ഞത് എന്താ? ഞാനത് എഴുതിയെടുക്കും മമ്മി, അത് ഈ ആഴ്ച സിലബസ് ഒന്നും മാറിയിട്ടുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് പ്രശ്നമില്ലെന്നാണ്? നിൻ്റെ കൂടെ ഉള്ള ദൈവത്തിന് പ്രശ്നമില്ലെന്നാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നാഥാ നിന്നെ എതിരേൽക്കുവാൻ യോഗ്യമല്ലൻ ഭവനം, നാഥാ നിന്നെ എതിരേൽക്കുവാൻ ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഈശോയെ
ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ. 2 പ്രോമിസ് ഉണ്ട് ഉടമ്പടിയിൽ. ഉടമ്പടി ഓരോ പ്രോമിസത്തിന് എടുക്കുകയാണ്. ബേസിക്കായിട്ട് എന്താ സംഭവിക്കുന്നത്? ഒന്ന്, മേജർ സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യാം ഉടമ്പടി. സാധാരണ പ്രാർത്ഥന, ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താ? സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം ചില എന്തിനാ കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത്? ഇവിടെ നമ്മുടെ പള്ളിയിലിരിക്കണം മാതാവില്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ആൾക്കാർ ചോദിക്കത്തില്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തായെന്നൊക്കെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ 1-2 പെട്ടാലും നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം നിങ്ങളുടെ ആസ്തി ഭദ്രതയായിട്ട് മാറുകയാണ്. നിങ്ങളിപ്പോൾ കർത്താവിന് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നില്ലേ? രാവിലെ വെളുപ്പിന് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെയാണ് കുമളിയിൽ നിന്നൊരു രോഗി ഇവിടെ വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് മക്കളൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ചു. പറഞ്ഞു 3 മണിക്ക് ഇറങ്ങി വെച്ചാന്ന് ചോദിച്ചു. ഭയങ്കര മഴയിരുന്ന് വെച്ചാന്ന്. 3 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ 7:15 വന്ന് കുർബാന കൂടാൻ ഒത്തിയെന്ന് പറയും. 7:15 വന്ന് കുർബാന കൂടാൻ ഒത്ത്. ആ വർത്തമാനത്തിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. 7:15 വന്നു, പിന്നെന്താ പറയണത്? കുർബാന കൂടാൻ ഒത്തു. അത് വലിയ ഒരു കാര്യമായിട്ടാണ് അവർ പറയണത്. കുർബാന കൂടാൻ ഒത്തില്ലെങ്കിൽ ഇന്ന് കുർബാന കൂടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൽ വല്ല കുഴപ്പമില്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടേക്കാണ് പണി മേടിക്കണത്. അവരെന്താ പറയണത്? 7:15 വന്നു, പിന്നെന്താ പറയണത്? കുർബാന കൂടാൻ ഒത്തു എന്ന് പറയണത് അത് അവരും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. കുർബാന കൂടില്ല, കുഴപ്പമില്ല, ഉടമ്പടി എടുക്കാൻ ഒത്തല്ല എന്ന് പറയണതാണ് സാധാരണ ആൾക്കാർ പറയണത്. കുർബാന നമ്മുടെ പള്ളിയിലും ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും കൂടിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. ഇവർക്കൊക്കെ ഒരു ആന്തരിക ബന്ധമുണ്ട് ദൈവവുമായിട്ട്. ആന്തരിക ബന്ധം ദൈവമായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തിബന്ധമാണ്. പക്ഷേ ബരിദ് എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞില്ല, ഉടമ്പടി എന്ന് പറയുന്ന ഹീബ്രു വാക്കിന് റിലേഷനാണ്. പക്ഷേ ഈ റിലേഷൻ എന്ന് പറയണത് എന്താണ്? നമുക്ക് എല്ലാവരും ആയിട്ട് റിലേഷനൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ ചില റിലേഷൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് റിലേഷനാണ്. നിങ്ങൾ അമ്മയും മകൾക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ അല്ലേ? സെക്കൻഡ് ഹാൻഡ് റിലേഷനുണ്ട് അല്ലേ? അത് അമ്മയുടെ അനിയത്തിൻ്റെ കസിൻസ് സെക്കൻഡ് ഹാൻഡ് റിലേഷനാണ്. പിന്നെ അങ്ങനെ പോകും. ദൈവവും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫസ്റ്റ് ഹാൻഡാണോ സെക്കൻഡ് ഹാൻഡാണോ? അതൊരു സീരിയസ് ആണ്. അങ്ങനെ ചിന്തിക്കണം. കാര്യം ഇത് വ്യക്തിയല്ലേ? വ്യക്തിയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ റിലേഷൻ എൻ്റെ കപ്പാസിറ്റി നോക്കണം. റിലേഷൻ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന നമ്മൾ നടത്തിയില്ലെങ്കിൽ നാളെ മറ്റോ നടത്താം, അല്ല വെളുപ്പിന് എഴുന്നേറ്റ് ചെല്ലാം എന്ന് പറയണത് എന്താണ്? ഒരു കസ്റ്റം, ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരാത്മീയ അനുഷ്ഠാനം. അതെപ്പോഴെങ്കിലും അതിൻ്റെ കടമ, അതിൻ്റെ ചടങ്ങ് നിർവഹിക്കണം എന്ന് പറയണതാണ്. ദൈവത്തെ ഒരു ചടങ്ങിൻ്റെ രീതി കൊണ്ടുവരുമ്പോൾ കുർബാന പ്രാർത്ഥന നടന്നില്ലെങ്കിൽ നാളെ ഇനി വല്ല പട്ടിയാവെല്ലാം കടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് എടുത്തിട്ട് കുർബാന പ്രാർത്ഥനയിലെ ആൾക്കാരുണ്ട്. ഇത് റിലേഷൻ്റെ പ്രശ്നമാണിത്. അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളെ കുർബാന പ്രാർത്ഥന നടത്തില്ലെങ്കിൽ നാളെ വണ്ടി ഇടിക്കാൻ പോകണമെന്ന് അതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ആൾക്കാർ തന്നെത്തായിരുന്നു പേടിക്കുകയാണ്. അതല്ല, മറിച്ച് നിങ്ങളുടെ റിലേഷനാണ് പ്രശ്നം. നീയും ദൈവവുമായിട്ട് ഉള്ള ബന്ധം, ഈ ബന്ധത്തിൻ്റെ കപ്പാസിറ്റി. ബന്ധം പലതുണ്ടാവും. ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് റിലേഷൻ ഉണ്ടാവും, അങ്ങനെയുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ഹാൻഡിന് മുകളിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു റിലേഷനാണ് വേണ്ടത് ഇവിടെ. കാര്യം അത് ഈശോ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ ഇങ്ങനെ മനുഷ്യനെപ്പോലെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനെ മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ നിങ്ങൾ കരുതിയിട്ട് കാര്യമില്ല. എന്താണ്? എന്നെക്കാൾ ഉപരി സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതാ സംഭവം. ഈ ഫസ്റ്റ് ഹാൻഡ് റിലേഷനിലല്ല ഉദ്ദേശിക്കുന്നത്, പ്രൈമറി പ്രയോറിറ്റിയിലാണ് വരേണ്ടത്. റിലേഷൻ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യണത് നല്ലതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അപ്ഡേഷൻ ചെയ്യത്തില്ലേ? ചില ആൾക്കാർ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ
ദൈവവുമായിട്ട് റിലേഷൻ, ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ അപ്പനും മകളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവൊക്കെ ഫസ്റ്റ് ഹാൻഡ് റിലേഷൻസാണ്. കസിൻസ് സെക്കൻഡ് ഹാൻഡ് റിലേഷൻസാണ്. പക്ഷേ ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് പ്രയോറിറ്റി ആയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി, ആദ്യം കർത്താവിന് പ്രാധാന്യം. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ തോമസ് മൂറൊക്കെ മരിക്കാൻ നേരത്ത് ഭാര്യയും കുഞ്ഞും വന്ന് പറയല്ലേ, പപ്പ ഒന്ന് സമ്മതിക്കും, പപ്പ രാജാവിൻ്റെതാണ്, മതമാണ്, കറക്റ്റൊന്ന് സമ്മതിക്കും, പപ്പയ്ക്ക് വൈസ്രായിട്ട് അംബാസഡറായിട്ടൊക്കെ ഇരിക്കുമല്ലോ, ഞങ്ങൾക്കും ഒരു വലിയ നിലയും കിട്ടും, പപ്പനെ കാണാമല്ലോ. അപ്പോഴ് തോമസ് മോർ ചോദിക്കും, ശരി ഞാൻ രാജാവിനെ അംഗീകരിക്കാം. എത്ര കൊല്ലം കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വൈഫിനോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ 20 കൊല്ലം കൂടി ജീവിക്കാൻ പറ്റത്തില്ലേ? 20 കൊല്ലം അല്ലേ? 20 കൊല്ലം ജീവിക്കാൻ പറ്റുമല്ലേ? എനിക്ക് വേണ്ടത് 200ഉം 2000 ഒന്നുമല്ല, നിത്യതയാ വേണ്ടതെന്ന് പറയും. നിത്യതയാ വേണ്ടത്. ആ മനുഷ്യൻ രക്തസാക്ഷിയായത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു റിലേഷൻ ബേസ് വന്നപ്പോൾ വിശുദ്ധ തോമസ് മൂറിനെ വൈഫിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത് ദൈവമായി. ഇതാണ് ഫസ്റ്റ് ഹാൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഉടമ്പടി എന്താ ഞാനിത് ഇവിടെ പറയാൻ കാര്യത്തിൽ, ഉടമ്പടി ഒരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ ഒരു ബോധം ഉണ്ടാണ്. നീ ഒരു വ്യക്തി, നിൻ്റെ ദൈവം വേറെ ഒരു വ്യക്തി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ഒരു എഗ്രിമെൻറ്റിന് തയ്യാറായി നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ ചരിത്രമാണ് ബൈബിള്. ദൈവം ഒരു എഗ്രിമെൻ്റ് എന്ത് ബേസിൽ നമ്മളും ദൈവമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യാൻ. പണ്ട് എലി കുളിച്ചോണ്ട് വന്നപ്പോൾ, അങ്ങനെ കഥയാണ് കേട്ടോ, ഞാൻ ഇടയ്ക്ക് കഥ പറയാറില്ല, ഞാൻ പെട്ടെന്ന് ഓർത്ത പറഞ്ഞാണ്. എലി കുളിച്ചോണ്ട് നിൽക്കുകയാണ് പുഴയിൽ. കുളിച്ച് കയറിയപ്പോൾ എലിയുടെ നിക്കറ് കാണാനില്ല. അപ്പം എൻ്റെ നിക്കറെന്ത് എല്ലാവരും നോക്കറുണ്ട്. അപ്പോഴാണ് ആന വന്നത്. ആനയോട് ആന എൻ്റെ നിക്കറെടുത്താന്ന് ചോദിച്ചു. കഥ മനസ്സിലായില്ലേ? എന്താണ് എലിയുടെ നിക്കറൊക്കെയാണ് ആനക്ക് പാകമാകണത്. ആനയോട് ചോദിക്കണേ, എലി ചോദിക്കണേ എൻ്റെ നിക്കറെടുത്താന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എലിയുടെ നിക്കർ ആനക്ക് പാകമാകുക. ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രപ്പോർഷൻ. പിടിയിട്ടില്ലേ? ഈ ആളിനോട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എഗ്രിമെൻ്റ് ചെയ്യാൻ പറയണത്. ദൈവം നമ്മൾ ഉടമ്പടി ചെയ്യാൻ നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് അല്ല. ആണോ? ദൈവവും നമ്മളും തമ്മിൽ ഈക്വൽ പാർട്ട്നേഴ്സാണോ? അല്ല. എന്നിട്ട് പ്രൈമറി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ദൈവം നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാലേ ഇവിടുത്തെ എഗ്രിമെൻറ്റിനെ കുറിച്ചല്ല പറയണത്. മാത്രമല്ല ബൈബിൾ മൊത്തം എഗ്രിമെൻ്റാണ്. ബൈബിൾ മൊത്തം ഉടമ്പടിയാണ്. ഉടമ്പടി പുസ്തകം എന്നാണ് എൻ്റെ പേര്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 പാലിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, കൈയടിച്ചോളൂ. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. കരയല്ലേ, തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ശ്വാസകോശ രോഗികളെ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. യാതൊരു നിബന്ധനയുമില്ലാതെയാണ്, വാങ്ങാതെയാണ്, ചോദിക്കാതെയാണ് ഈശോയെ ദൈവം നമുക്ക് തന്നത്. ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഗുഡ് ന്യൂസ്. ഞാനത് വായിച്ചപ്പോൾ കരഞ്ഞുപോയി. വെളുപ്പിനിരുന്നാണ് ഈശോ ഈ സന്ദേശം എല്ലാം പറയണത്. ഒരു നിബന്ധനയില്ലാതെ ലോകത്തിന് കിട്ടിയ ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന്. ബാക്കി എല്ലാ ഉടമ്പടിക്കും നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നിബന്ധനയും മേടിക്കാതെയാണ് കർത്താവ് തന്നെങ്കിൽ
കർത്താവ് സൗജന്യ ദാനമായിട്ടാണ് നമുക്ക് ഏറ്റു തന്നെങ്കിൽ എൻ്റെ ദൈവവേദലെ നിന്നെ കർത്താവ് തൻ്റെ ജീവനോളം വരെ കാണുന്നുണ്ടെങ്കിൽ നീ തകരാനും തളരാനും ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണത്. കൈയടിച്ച് കർത്താവിനോട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്ന എല്ലാ നന്മകൾക്കും തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ ശ്വാസകോശ രോഗികളെയും എല്ലാ ശ്വാസകോശ രോഗികളെയും, ഓ ഈശോയെ, ഓ ഈശോയെ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആത്മാവിന്റെ ശരീരത്തിന് വൈദ്യ, ആത്മാവിന്റെയും ശരീരത്തിന്റെയും വൈദ്യനും വൈദ്യവുമായ ദൈവമേ, വൈദ്യനും വൈദ്യനുമായ ദൈവമേ, അങ്ങയുടെ തിരുമുറുമാർന്ന വലത് കരത്താൽ, അങ്ങയുടെ തിരുമുറുമാർന്ന വലത് കരത്താൽ എല്ലാ ഉദര രോഗികളെയും സ്പർശിക്കണമേ. കുടൽ രോഗികളെ, അൾസർ രോഗികളെ, അരിസസ് രോഗികളെ, ഫിസ്റ്റുല രോഗികളെ, ശ്വാസകോശ രോഗികളെ, പ്ലീഹ രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, ദുരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. എല്ലാ ആകുലതകളും കൃപാസനത്തിന് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം. ഞങ്ങളെല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുക മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,